ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ മുന്നേ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ എക്കോണമിയിൽ നിന്നും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും പഠിച്ചിരിക്കുന്ന തിയറിയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എപ്പോഴും ചാനൽ പേജ് കയറി നോക്കാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല. നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കയറി നോക്കാം. ഇംഗ്ലീഷിൻ്റെ വീഡിയോസും പുറകെ തന്നെ വരുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിര വികസന തന്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് 5 പ്രോബ്ലംസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, അതായത് പാരമ്പര്യേതര ഉറവിടങ്ങൾ, അതായത് നമ്മുടെ ഈ വിൻഡ് പവർ, സോളാർ പവർ ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം യൂസ് ചെയ്യാന്നുള്ളതാണ്. കാറ്റ്, സൂര്യപ്രകാശമൊക്കെ, അതിലൂടെ എന്താണ് പ്രകൃതിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, സൗഹാർദ്ദമാണ്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് പുനർസ്ഥാപിക്കാൻ അതങ്ങനെ തീർന്നു പോകുന്നതല്ല. ദെൻ യൂസ് LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ ഗോബർ ഗ്യാസ് ഉപയോഗിക്കുക. അതായത് ഈ റൂറൽ ഏരിയാസ് എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശങ്ങൾ LPGയും ഗോബർ ഗ്യാസും ഉപയോഗിക്കുക. അതിലൂടെ നമുക്ക് വനനശീകരണം, ഡിഫോറസ്റ്റേഷൻ, എയർ പൊല്യൂഷൻ ഒക്കെ കുറയ്ക്കാൻ പറ്റും. ദെൻ യൂസ് CNG ഇൻ അർബൻ ഏരിയ. അർബൻ ഏരിയ എന്ന് വെച്ചാൽ നഗരപ്രദേശങ്ങൾ CNG ഉപയോഗിക്കുക. അതിലൂടെ വായു മലിനീകരണം, എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. ദെൻ സോളാർ എനർജി, സൗരോർജം ഉപയോഗം, അത് ഉപയോഗിക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രകാരം ഈ ഒരു ഊർജം ഫോട്ടോവോൾട്ടായിക് സെല്ലുകളിൽ സ്റ്റോർ ചെയ്യും. അത് നമുക്ക് പിന്നീട് കറണ്ടാക്കി മാറ്റാം. വിൻഡ് പവർ, കാറ്റിൽ നിന്നുള്ള പവർ, അതായത് വിൻഡ് ടർബൈൻസ് സ്ഥാപിച്ച് അതിലൂടെ ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മിനി ഹൈഡൽ പ്രോജക്ട്സ്, അതായത് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലോക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. പിന്നെ അതേപോലെ തന്നെ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ് ഉപയോഗിക്കുക, അതായത് നമുക്കറിയാവുന്ന പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ ഉപയോഗിക്കുക. പിന്നെ അതേപോലെ തന്നെ ബയോ കമ്പോസ്റ്റിങ്ങും അതുപോലെ തന്നെ ബയോ പെസ്റ്റിസൈഡ്സും എല്ലാം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ ആണ്, റിലയബിൾ ആണ്, വിശ്വസിക്കാം. നമുക്ക് ആ കളക്ഷനിൽ കുറച്ചുകൂടി കൺട്രോൾ ഉണ്ട്. ടൈമും മണിയും എന്തോരം മാത്രം ഇതിലേക്ക് ആവും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇത് വളരെ കോസ്റ്റ്ലി ആണ്, ടൈമും മണി ഇതിലേക്ക് ഒരുപാട് സ്പെൻഡ് ആവും. ദെൻ സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആണ്, അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കതിൽ യാതൊരു കൺട്രോളും ഇല്ല. ടൈം ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കുറച്ച് സമയം കുറച്ച് ചെലവ് മതി. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 2 മെറിറ്റ്സ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ. വ്യക്തിഗത അഭിമുഖത്തിന് ഏതെങ്കിലും 2 മേന്മകൾ. റിലയബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാം. ആക്യുറേറ്റ് ആണ്, കറക്റ്റ് ആയിരിക്കും. ദെൻ നമുക്ക് നേരിട്ട് ശേഖരിക്കാൻ വേണ്ടി പറ്റും. ഒറിജിനൽ ഡേറ്റ ആയിരിക്കും, മിസ്റ്റേക്സ് ഉണ്ടാവില്ല. എക്സ്പ്ലെയിൻ ദ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, അതായത് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 എണ്ണമാണുള്ളത്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. ദെൻ ഹെൽത്ത്, ഒരു അറിവില്ലാത്ത ആളെക്കാട്ടിലും അറിവുള്ള ആളാണ് ആ രാജ്യത്തിന് ഗുണമുള്ളത്, അതാണ് ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷൻ. ദെൻ ഹെൽത്ത്, ആരോഗ്യമുള്ള വ്യക്തിയാണ് ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിനേക്കാളും ആ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചെലവ്, അതിൽ പ്രിവെന്റീവ് മെഡിസിൻ, പ്രതിരോധ മരുന്നുകൾ, നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത്. പിന്നെ ക്യൂറേറ്റീവ്, അസുഖം വന്നാലുള്ള അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ. ദെൻ സോഷ്യൽ മെഡിസിൻ, സമൂഹമായിട്ടുള്ള ഓരോന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നോളജ് ഉണ്ടല്ലോ, അത്. പിന്നെ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ശുദ്ധമായ കുടിവെള്ളം, ശുചിത്വ സൗകര്യങ്ങളൊക്കെ. ദെൻ മൂന്നാമത്തേതാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ജോലി സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് പരിശീലനം കൊടുക്കുന്നു. അപ്പോൾ അതിലൂടെ അയാളുടെ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് മെച്ചപ്പെട്ട തൊഴിലും സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ ആളുകൾ കുടിയേറ്റം ചെയ്യും, വേറെ രാജ്യത്തേക്ക് കുടിയേറുന്നു. അപ്പോൾ അത് നോക്കും. പിന്നെ ഇൻഫർമേഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അറിയണമല്ലോ, സാധനങ്ങളുടെ വിലകൾ, കാർഷികമായിട്ടുള്ള സാധനങ്ങളുടെ വിലകൾ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ക്ലൈമറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആവശ്യമാണ്. സോ ഇൻഫർമേഷനിലും എന്താവശ്യമുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്? എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്? ഗവൺമെന്റ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ എടുത്തിട്ടുള്ള 3 മെഷേഴ്സ് എന്തൊക്കെയാണ്? കാർഷിക വിപണനം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് കളക്ഷൻ, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിംഗ്, ഗ്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുക, സംസ്കരിക്കുക, പാക്ക് ചെയ്യുക, തരംതിരിക്കുക, വിതരണം ചെയ്യുക എന്നൊക്കെ ഉൾക്കൊള്ളുന്ന മൊത്തമായിട്ടുള്ള പ്രോസസ്സാണ് കാർഷിക വിപണനം. അതിലേക്ക് ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, നിയന്ത്രിത കമ്പോളങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള റോഡ്, റെയിൽവേ, വെയർഹൗസസ് ഇതൊക്കെ മെച്ചപ്പെടുത്തി. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, സഹകരണ വിപണനം ഉറപ്പാക്കി. പിന്നെ ഗവൺമെന്റ് നയപരമായിട്ടുള്ള സമീപനം, അതായത് എന്താണ്? താങ്ങുവില, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. FCI ഗോഡൌൺസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, പൊതു വിതരണ സമ്പ്രദായങ്ങളെല്ലാം സ്ഥാപിച്ചു. അതിന് കൂടെ തന്നെ മിസ് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതായത്
ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുക. അതായത് ബദൽ വിപണന മാർഗങ്ങൾ ഏതൊക്കെയാണ്. അതിൽ അപ്നി ബന്ദി, റൈത്തു ബസാർ, ഹദസ്പർ മന്തി, ഉഴവൂർ സന്ദീസ് ഇതൊക്കെയാണ് അതിൽ എഴുതേണ്ടത് കേട്ടോ ചോദിച്ചാല്. ദെൻ ഇലിസ്ട്രേറ്റ് ദ ഫോളോയിങ് കൺസെപ്റ്റ്സ് ഇൻ ദ ഡയഗ്രാം. അതായത് പോസിറ്റീവ് കോറിലേഷൻ, പോസിറ്റീവ് സഹബന്ധം, അതുപോലെ തന്നെ നെഗറ്റീവ് കോറിലേഷൻ, ദെൻ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, ദെൻ നോ കോറിലേഷൻ. ഇത്തരം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. സോ ആദ്യത്തേത് നോക്കാം. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എങ്ങനെ വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ അതിന് ചുറ്റുമായിട്ട് പോയിന്റ്സ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതാണ് പോസിറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷനോ താഴേക്ക്, എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് പോയിന്റ്സ് നോട്ട് ചെയ്യാം. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ പോകും, എന്നിട്ട് നമ്മൾ അതിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് ആ ലൈൻമേലായിരിക്കണം ആ പോയിന്റ്സ് വരേണ്ടത്. ദെൻ നോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ, ഇനി ലീനിയർ, പെർഫെക്റ്റ് ലീനിയർ കോറിലേഷൻ ചോദിച്ചാലോ? ലീനിയർ കോറിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വരയ്ക്കണം? ലീനിയർ അല്ല നോൺ ലീനിയർ ചോദിച്ചാൽ, നോൺ ലീനിയർ പോസിറ്റീവ് ചോദിച്ചാൽ ലൈൻ വരയ്ക്കരുത്. ലൈൻ വരയ്ക്കാതെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ മുകളിലേക്ക് പോയിന്റ്സ് ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് നോൺ ലീനിയർ ചോദിച്ചാൽ ഇങ്ങനെ താഴേക്ക് ഡിനോട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദി ഗോൾസ് ഓഫ് 5-year plan. 5-year പ്ലാന്റെ 4 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഗ്രോത്ത് എന്ന് വെച്ചാൽ അതിൽ ഒരു രാജ്യത്തിന്റെ ഉൽപാദന ശേഷി, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, അതായത് മോഡേൺ ടെക്നോളജി, സാങ്കേതിക വിദ്യ ആധുനികമാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സോഷ്യൽ ഔട്ട്ലുക്കിലും മൊത്തമായിട്ടുള്ളൊരു എന്താണ് സോഷ്യൽ ഔട്ട്ലുക്ക്, സൊസൈറ്റിയിലും എന്ത് ചെയ്യുക, അവരുടെ ചിന്താഗതി മോഡേണൈസ്ഡ് ആക്കുക. സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം, അതായത് മറ്റുള്ള രാജ്യങ്ങളെയോ ഒന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈക്വിറ്റി എന്ന് വെച്ചാൽ ദരിദ്രരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം കുറയ്ക്കുക എന്നുള്ളതാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ഓഫ് ചൈന. ചൈനയുടെ വികസന തന്ത്രങ്ങളെ കുറിച്ച് ഒരു ചെറു വിവരണം. ചൈന എന്തുകൊണ്ടുവന്നിട്ടുണ്ട്? 5-year പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. 1951 സ്റ്റാർട്ട് ചെയ്തത്. ദെൻ കമ്മ്യൂൺ സിസ്റ്റം കൊണ്ടുവന്നു, അതായത് കൃഷി ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കൾട്ടിവേഷൻ പോലെ കൊണ്ടുവന്നു, അതാണ് കമ്മ്യൂൺ സിസ്റ്റം. പിന്നെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് കൊണ്ടുവന്നു 1958. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് കാർഷിക മേഖലയിൽ നിന്ന് വലിയൊരു കുതിപ്പ് ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഒരു ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്നത് 1958. അതുകൂടാതെ പിന്നീട് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂൺ സിസ്റ്റം ആദ്യം കൊണ്ടുവന്നില്ല, അത് ഒഴിവാക്കിയിട്ട് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് കൊണ്ടുവന്നു. റെസ്പോൺസിബിലിറ്റി സിസ്റ്റം, അതായത് ഉത്തരവാദിത്ത രീതി നടപ്പിലാക്കി. പിന്നെ അതേപോലെ തന്നെ പിന്നെ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഓണ്ടർപ്രണേഴ്സിന് ആദ്യം എന്തുണ്ടായിരുന്നില്ല, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല, അത് സ്വാതന്ത്ര്യം നൽകി. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അലൗ ചെയ്തു. സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ സ്ഥാപിച്ചു. ഒറ്റക്കുട്ടി സമ്പ്രദായം, വൺ ചൈൽഡ് പോളിസി എല്ലാം കൊണ്ടുവന്നു. ദെൻ അടുത്തതാണ് ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും തമ്മിലുള്ള വ്യത്യാസം. ഫോർമൽ സെക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതേപോലെ തന്നെ 10-10 ഹയേർഡ് സ്റ്റാഫ്സ് ഉള്ളത്, ജോലിക്കാരുമുള്ള സ്ഥാപനങ്ങളാണ് ഫോർമൽ സെക്ടർ. അതല്ലാത്തതാണ് ഇൻഫോർമൽ സെക്ടറിൽ. ഫോർമൽ സെക്ടറിലെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് സെക്യൂരിറ്റി ഉണ്ടാകും, അവർക്ക് പെൻഷൻ പ്ലാൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടാവില്ല എന്നും എഴുതി വെക്കാം. ഓക്കെ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന എക്കണോമിക് ഫാക്ട്സിനെ വളരെ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ആയിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ സഹായിക്കും. മാസീവ് ഡേറ്റനെ സിംഗിൾ ഫിഗറിലേക്ക്, ചെറിയ സംഖ്യയിലേക്ക് ചുരുക്കാൻ സഹായിക്കും. എക്കണോമിക് പ്രോബ്ലം, സാമ്പത്തിക പ്രശ്നം മനസ്സിലാക്കാൻ സഹായിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ, കാരണങ്ങളും അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്താനൊക്കെ സഹായിക്കുന്നതാണ്. ഓക്കെ, സോ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് എനി 3 types ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റയെ നമുക്ക് 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ക്രോണോളജിക്കൽ ഉണ്ട്, ഭൂമിശാസ്ത്രപരമായിട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോണോളജിക്കൽ, ജോഗ്രഫിക്കൽ ആണ് ഭൂമിശാസ്ത്രപരമായിട്ട് വരുന്നത്. അത് ജോഗ്രഫിക്കൽ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ. ക്രോണോളജിക്കൽ എന്ന് വെച്ചാൽ കാലക്രമം അനുസരിച്ചിട്ട്, സമയത്തിന്റെ അടിസ്ഥാനത്തിൽ, മന്ത്, ഇയർ, വീക്ക് ഒക്കെ, മന്ത് എന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ദെൻ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ സ്വഭാവ സവിശേഷതകൾ, ക്വാളിറ്റി, ഇന്റലിജൻസ്, ബ്യൂട്ടി പോലെയുള്ള സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ വെയിറ്റ്, ഹൈറ്റ്, വെയിറ്റ് പോലുള്ള ക്വാണ്ടിറ്റീസ്, സാംഖ്യങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന സവിശേഷതകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
പരിണാത്മകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻസ് വരുന്നു. സോ ഇതാണ് പ്രധാനപ്പെട്ട 10 തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയത്. പ്രോബ്ലം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഒന്നും മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്